എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലോ അവൻ പാനിക് ആവുകയാണ്. കാരണം ഓപ്പോസിറ്റ് ഉള്ളത് മറ്റാരുമല്ല, ആ ബ്ലാക്ക് ബിയർഡാണ്. അവന് വൈറ്റ് ബിയർഡിന്റെയും ബ്ലാക്ക് ബിയർഡിന്റെയും രണ്ട് പവറാണ് ഇപ്പൊ അവന്റെ ബോഡിയിലുള്ളത്. ലോയ്ക്ക് നന്നായിട്ട് അറിയാം അവനെ കൊണ്ട് ബ്ലാക്ക് ബിയർഡിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അവനൊരു മഹാശക്തിയാണ്. അവനോടൊപ്പം ഫുൾ ആയിട്ടുള്ള അവന്റെ അസിസ്റ്റൻസും ഉണ്ട്. സോ ഇത്രയും വേഗം നമുക്ക് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് ലോ ആണെങ്കിൽ കപ്പൽ ഡൈവേർട്ട് ചെയ്യും. ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ അവന്റെ ആവേശം കൂടുകയാണ്. അവൻ ടെററായിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയും, ലോ നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നിന്റെ പവർ അത് ഞാൻ സ്വന്തമാക്കും. അവയാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ സബ്മറിയൻ അത് കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ ബ്ലാക്ക് ബിയർഡ് അവൻ വെറുതെ വിടില്ല. അവൻ അടിയിലേക്ക് വലിയ വലിയ പീരങ്കികൾ ഇറക്കി ഇപ്പൊ ലോയുടെ കപ്പലിനെ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യാണ്. ലോയാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കപ്പൽ അങ്ങനെ കൊതിച്ചു പായിപ്പിക്കും. പക്ഷെ എന്താ, അതിൽ ചില അറ്റാക്കുകൾ സബ്മറീനിൽ പെട്ട് സബ്മറിയൻ നല്ല രീതിയിൽ തകരാനായിട്ട് തുടങ്ങും. ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ അവന്റെ കൈ ഉയർത്തി ആ വെള്ളത്തിൽ ആഞ്ഞടിക്കുകയാണ്. കടലിൽ വലിയൊരു ക്രിയേറ്റായി ലോയുടെ കപ്പലിൽ ആഞ്ഞടിക്കുകയാണ്. അതുകൂടെ ആകുമ്പോൾ സബ്മറിയൻ മൊത്തത്തിൽ അൺകൺട്രോൾഡ് ആവും. ലോയ്ക്കാണെങ്കിൽ ആളുടെ ടെൻഷൻ അങ്ങനെ കൂടി വരികയാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ വലിയ അപകടം സംഭവിക്കും. ലോയാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, കപ്പൽ എത്രയും വേഗം മുകളിലേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം അടുത്തുള്ള ഏതെങ്കിലും ഐലാൻഡിലേക്ക് കപ്പൽ അടുപ്പിക്കണം. അതിനുശേഷം ലോയാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ഒരു എമർജൻസി ഫൈറ്റിന് തയ്യാറാവുകയാണ്. അപ്പോൾ അവൻ സെക്കൻഡുകൾ കൊണ്ട് ഒരു ലേഡിയായി മാറും. ഓ നോ, ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ സ്ട്രെങ്ത്തും അത് കുറഞ്ഞിരിക്കുകയാണെന്ന് പറയും. ചുറ്റുമുള്ളവരെല്ലാവരും ലോയുടെ ആ ഒരു ലേഡി ട്രാൻസ്ഫോർമേഷൻ കണ്ട് ചിരിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളിപ്പോൾ ലേഡി ആയിരിക്കുകയാണ്. ലേഡി ആണെങ്കിലും നിങ്ങളെ കാണാൻ സൂപ്പറാണെന്ന് പറയും. ലോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഇതൊരു തരം ഡിസീസാണ്, ഇതെന്നെ കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അവനത് പറയുന്ന അതേ സമയം തന്നെ അവൻ്റെ അസിസ്റ്റൻസിൽ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഗേളായിട്ട് മാറുകയാണ്. ലോ ആണെങ്കിൽ അവന്റെ ഹോക്കി പവർ അങ്ങനെ വമ്പ ഫോഴ്സിൽ ഉച്ചത്തിൽ നിലവിളിച്ച് പുറത്തേക്ക് എടുക്കും. ആ ഒരു ഫോഴ്സിൽ കപ്പൽ മുകളിലേക്ക് വരും. ഗേൾസായി മാറി അവരെല്ലാവരും ബാക്ക് ടു നോർമലായി അവരുടെ പഴയ രൂപത്തിലേക്ക് വരും. ലോയുടെ അസിസ്റ്റൻസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബോസ്, നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമലായി എന്ന് പറയും. പക്ഷെ ലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നമ്മൾ ബാക്ക് ടു നോർമലായി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ദൂരെ കാണുന്ന ആ ഐലാൻഡിലേക്ക് എത്രയും വേഗം കപ്പൽ അടുപ്പിക്കാനായിട്ട് പറയും. അവരാണെങ്കിൽ ക്ഷണനേരം കൊണ്ട് കപ്പൽ അവിടേക്ക് അടുപ്പിച്ച് ഐലാൻഡിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സൂം ചെയ്ത് അവരുടെ ബോഡിയിലേക്ക് ആ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്ത് അവർ ലേഡിയാക്കി മാറ്റിയ ബ്ലാക്ക് ബിയർഡിന്റെ ആ അസിസ്റ്റന്റിനെ കാണിക്കും. ആ ലോ അവൻ നിസ്സാരക്കാരനല്ല. എന്റെ പവർ അത് നള്ളിഫൈ ചെയ്യാനുള്ള കഴിവ് അവനുണ്ടല്ലേ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് തീർച്ചയായിട്ടും അവരെ തൂക്കിയെടുത്ത് ഈസി ആയിട്ട് തല്ലിക്കൊല്ലാന്ന് പറഞ്ഞ് അവനും അവന്റെ അസിസ്റ്റൻസും എല്ലാവരും ആ ഐലാൻഡിലേക്ക് വരികയാണ്. ഐലാൻഡിലേക്ക് വന്ന അവനാണെങ്കിൽ വലിയൊരു കല്ലങ്ങനെ തൂക്കിയെടുക്കും. അവന്റെ ചിരിയും പവറും സ്ട്രെങ്ത്തും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും അവൻ നിസ്സാരക്കാരനല്ല എന്ന്. അവന് നല്ല പവർ ഉണ്ടെന്ന്. സോ അവരാണെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറായി ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. കൊണ്ട് എത്ര വെയിറ്റ് വേണമെങ്കിലും ഉയർത്താനായിട്ട് കഴിയും. വളരെ സ്പീഡിൽ മൂവ് ചെയ്യാനും പറ്റും. അത്രയും വലിയ മല അത് നമുക്ക് നേരെ എറിഞ്ഞാൽ നമ്മൾ തവിട് പൊടിയാവും. അവനത് പറയേണ്ട അടുത്ത നിമിഷം തന്നെ ആ വലിയൊരു മല അവൻ നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയാണ്. ലോയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് റൂം ക്രിയേറ്റ് ചെയ്ത് ആ മല അങ്ങനെ താറുമാറായിട്ട് താഴെയിടും. അടുത്ത നിമിഷം ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ ഇപ്പോ ടെറർ സ്മൈലൊക്കെ കൊടുത്ത് ലോയുടെ അടുത്തേക്ക് വരും. ഹായ് ലോ, നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലേ. നമ്മൾ രണ്ടുപേരും വേസ്റ്റ് ജനറേഷനിലെ പൈററ്റ്സ് ആണ്. സോ സൗഹൃദം വീണ്ടും ഒന്ന് പുതുക്കാനാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് ഇവിടേക്ക് വന്നത്. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾ മൂന്ന് പേരും വളരെ പ്രബലന്മാരായ ശക്തികളാണ്. അത്രയും പവറുള്ള കടലിന്റെ എംപറേഴ്സ് ആയിട്ടുള്ള ബിഗ് മോമിനെയും കൈഡോയും നിങ്ങൾ തോൽപ്പിച്ചു. സോ നിങ്ങൾ ശരിക്കും പവർഫുൾ ആണ്. ആക്ച്വലി നിങ്ങളെ മൂന്ന് പേരെയും രക്ഷിച്ചാണ് ഞാൻ ഇവിടെ നിന്നത്. പക്ഷെ എനിക്ക് നിരാശയൊന്നുമില്ല. നിന്നെ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. നിന്റെ കയ്യിലുള്ള ആ പോണോ ക്ലിഫുകൾ അത് മൂന്നും എനിക്ക് വേണം. എനിക്കത് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ തല്ലി തല്ലി കൊല്ലും. അത് കേട്ട് ലോഹ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ചിരിക്കും. നിനക്ക് ആവശ്യം പോണോഗ്ലിഫ് ആണെന്ന് ഞാൻ മുമ്പ് തന്നെ മനസ്സിലാക്കി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ് ലോ ആണെങ്കിൽ അവനെ വെല്ലുവിളിക്കും. ലോ ആണെങ്കിൽ ഇപ്പം അങ്ങനെ ചാട്ടി വന്ന് അവൻ്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ബ്ലാക്ക് ബിയർഡ് അവൻ ട്രാവൽ ചെയ്ത് വന്ന ആ കുതിര ആഞ്ഞ് വെട്ടുകയാണ്. അവൻ ആ കുതിരയാണെങ്കിൽ രണ്ടായിട്ട് തകർന്ന് താഴേക്ക് വീഴും. അതിനുശേഷം എയറിലൊരു പഞ്ച് കൊടുക്കും. ആ ഒരു പഞ്ചിന്റെ ഇമ്പാക്റ്റിൽ ഇപ്പോ ബ്ലാക്ക് ബിയർഡ് അവൻ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങുകയാണ്. ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ലോയ്ക്ക് ഇത്രയും പവർ ഉണ്ടോ എന്ന്. അവൻ കൈ ചുരുട്ടി ഇപ്പോ കടലിൽ എങ്ങനെ പഞ്ച് ചെയ്തോ അതുപോലെ എയറിൽ പഞ്ച് ചെയ്യാണ്. ആ ഒരു പഞ്ചിന്റെ ഇമ്പാക്റ്റിൽ ആ ഒരു ഐലാൻഡ് തന്നെ തകരാനായിട്ട് തുടങ്ങും.
ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ കുതിരയെ കാണിക്കും. അതിന്റെ ജീവന് യാതൊരു കുഴപ്പമില്ല, അതിനിപ്പോഴും ജീവനുണ്ട്. ആ സമയം വില്ലന്മാരാണെങ്കിൽ ഒരുപാട് ബ്ലാസ്റ്റ് ചെയ്യുന്ന ആപ്പിളുകൾ ലോഡ് അസിസ്റ്റൻസിന് നേരെ വലിച്ചെറിയും. അത് കണ്ട ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ കടലിലേക്ക് എടുത്തു ചാടി അവന്റെ വയറിൽ ഒരുപാട് കടൽ വെള്ളം അത് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ആ വെള്ളം എല്ലാം തന്നെ ബുള്ളറ്റ് പോലെ ആക്കി മാറ്റി ആ ആപ്പിളുകൾ ഒന്നൊന്നായിട്ട് തകർത്തില്ലാതാക്കുകയാണ്. ഇവിടെ ലോ ആണെങ്കിൽ ബ്ലാക്ക് ബിയർഡ് താഴേക്ക് വീഴുന്നത് കറക്റ്റായിട്ട് നോക്കി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ തകർക്കുക എന്നതാണ് ഇപ്പൊ ലോയുടെ ലക്ഷ്യം. അതേസമയം ലോങ് ഷോട്ടിൽ ബ്ലാക്ക് ബിയർഡിന്റെ ഒരു അസിസ്റ്റന്റ് അവനാണെങ്കിൽ ഗണ്ണെടുത്ത് ലോയ്ക്ക് നേരെ പോയിന്റ് ചെയ്യും. അത് കണ്ട ലോഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ലോയുടെ മുൻപിൽ കയറി നിന്ന് ആ ബുള്ളറ്റ് അങ്ങനെ അവന്റെ ബോഡിയിൽ ഏറ്റുവാങ്ങുകയാണ്. അതൊരു നോർമൽ ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇമ്പാക്ട്സ് ഒന്നും തന്നെ ഏൽക്കില്ല. ആ സമയം ലോ അവൻ ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്തോ അതുപോലെ തന്നെ സ്ക്വാഡിൽ അവന്റെ ബ്ലൂ കളർ പവർ അതങ്ങനെ അപ്ലൈ ചെയ്യാണ്. ബ്ലാക്ക് ബിയർഡ് താഴേക്ക് വരെ ആ പവർ അങ്ങനെ അപ്ലൈ ചെയ്ത സ്ക്വാഡ് അങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് അവന്റെ വയറ്റിൽ കുത്തി അങ്ങനെ ഇറക്കും. ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നീ നിന്റെ ഇത്രയും വലിയ സ്ക്വാഡ് അതിന്റെ ബോഡിയിൽ കുത്തി ഇറക്കിയിട്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ അടുത്ത നിമിഷമായിരിക്കും ഷോക്ക് വേവ്സ് കൊടുത്ത് ലോ ബ്ലാക്ക് ബിയർഡിനെ പോലും ഞെട്ടിക്കുക. ആ ഷോക്ക് വേവ്സിന്റെ പവറിൽ അവൻ പതറി വായിലൂടെ ചോര തുളുമ്പി ഒരു സെക്കൻഡ് അവൻ അൺകോൺഷ്യസ് ആവും. അസിസ്റ്റൻസ് ആണെങ്കിൽ ബ്ലാക്ക് ബിയർഡിനെ വിളിക്കും, ബോസ് സിറ്റുവേഷൻ അത് മോശമാവുകയാണ്, നമുക്ക് തിരികെ കപ്പലിലേക്ക് പോയാലോ? അതിന് കണ്ണു തുറന്ന് ബ്ലാക്ക് ബിയർഡ് പറയും, ഒരിക്കലും ഇല്ല. അവൻ എനിക്കൊരു നല്ല കോമ്പറ്റീറ്റർ ആണ്, എനിക്ക് ഈ ഫൈറ്റ് ഇഷ്ടമായി, സോ തീർച്ചയായിട്ടും എനിക്ക് അവനോട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ ലോയ്ക്ക് നേരെ ഫൈറ്റ് ചെയ്യാനായിട്ട് കടന്നു വരും. ബ്ലാക്ക് ബിയർഡിന്റെ അസിസ്റ്റന്റ് സ്നൈപ്പർ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ബിയർഡിനെ സ്വൈപ്പ് ചെയ്ത് ലോയുടെ മുൻപിൽ കൊണ്ടുവരും. അങ്ങനെ അവർ രണ്ടുപേരും അമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലോഡ് അസിസ്റ്റൻസ് ബ്ലാക്ക് ബിയർഡിന്റെ ആ കപ്പല് അതങ്ങനെ തല്ലി തകർക്കുകയാണ്. ബ്ലാക്ക് ബിയർഡ് അവന്റെ പ്രിസണിൽ സൂക്ഷിച്ചിരുന്ന വില്ലന്മാർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അതിലൊരു പ്രിസണിൽ പൊട്ടിങ്ങനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളോട് പറയും, എൻ്റെ അമ്മ അവരിപ്പോൾ ജീവനോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഓപ്പോസിറ്റ് ഉള്ളവൻ പറയും, നിന്റെ അമ്മയെ കൊന്നവരോടാണ് ഇപ്പോൾ ബ്ലാക്ക് ബിയർഡ് ടീമും ഫൈറ്റ് ചെയ്യുന്നത്, ഇത് നിനക്ക് റിവഞ്ച് തീർക്കാൻ പറ്റിയ അവസരമാണ്. പക്ഷെ പുട്ടിങ്ങാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ബിഗ് മോമിന്റെ മരണശേഷം ആ അവക്കിജിയും സ്നൈപ്പറും അവർ രണ്ടുപേരും ബിഗ് മോമിന്റെ ഐലാൻഡിലേക്ക് വന്നു. അവക്കിജിയുടെയും സ്നൈപ്പറിന്റെയും പവർ അത് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ആ അവക്കിജി അവൻ വളരെ ടെററായിട്ടും ബ്രൂട്ടലായിട്ടുമാണ് അവന്റെ പവർ അത് ഉപയോഗിക്കുക. രണ്ടുപേരും ചേർന്ന് ബിഗ് മോമിന്റെ ഐലാൻഡുകൾ അതൊന്നായിട്ട് ഫ്രീസ് ചെയ്യും. അതിനുശേഷം ആ ചോക്ലേറ്റ് ഐലാൻഡിലേക്ക് വരികയാണ്. അടുത്ത നിമിഷം ക്രാക്കർ അവരുടെ മുൻപിലേക്ക് വന്ന് ബിസ്ക്കറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഒക്കിജി ആണെങ്കിൽ അവന്റെ ഐസ് പവർ അത് ഉപയോഗിച്ച് കുറഞ്ഞ അട്ടിക്കും. അവന്റെ ബാക്കി സിബ്ലിങ്സ് എല്ലാം കാഴ്ച കണ്ട് ഷോക്ക് ആവുകയാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം പുട്ടിങ്ങാണ്. അവർ പുട്ടിങ്ങിനെ തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നു പോവാണ്. അവരെല്ലാവരും ഷോക്കായി ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കും. ബ്രൂലിക്കാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. അവൾ ഒരുപാട് വിഷമത്തിൽ കരയാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് തീർത്ത് പറയും. അവരുടെ പ്ലാൻ അതെന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. മറ്റൊരു ഭാഗത്ത് അക്കൈനോ ആണെങ്കിൽ ഇപ്പോൾ ബ്ലാക്ക് ബിയർഡിന്റെയും ലോയുടെ ഇടയിലുള്ള ഫൈറ്റിനെ കുറിച്ച് അറിയും. സോ അവൻ അതിൻ്റെ ഇടയിൽ കാര്യമായിട്ട് ചില പ്ലാനിങ് ഒക്കെ ക്രിയേറ്റ് ആക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടല്ലോ അവനാണെങ്കിൽ വീണ്ടും അവന്റെ സ്ക്വാഡ് എടുത്ത് അടുത്ത അറ്റാക്കിന് തയ്യാറാവും. അത് കണ്ട ബ്ലാക്ക് ബിയർഡ് അവൻ ടെററായി അവന്റെ ബ്ലാക്ക് പവർ യൂസ് ചെയ്യാണ്. ലോയ്ക്കാണെങ്കിൽ ആ പവർ കാണുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻ. കാരണം അവൻ ആ പവറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ആ ഒരു ബ്ലാക്ക് പവർ ഉപയോഗിച്ച് അവിടെയുള്ള എല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ അത് ലോയുടെ തോൽവിയാണ്. സോ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.